പോലീസിനെതിരായ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ തള്ളി കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ. അജണ്ടകളിൽ നിന്നുള്ള ദുഷ്പ്രചാരണമാണ് പോലീസിനെതിരെ നടക്കുന്നത്. ചില ഉദ്യോഗസ്ഥർ നീതിപൂർവമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി തിരിച്ചടി നേരിട്ടവരാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഭരണകൂടത്തെ ഇകഴ്ത്താൻ പോലീസിനെതിരെ തിരിയുന്ന രീതി ഖേദകരമെന്നും അസോസിയേഷന്റെ പ്രമേയത്തിൽ. സിജോ ബി ജോൺ, സിജോ, എന്താണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം? ഈ സമീപകാല സംഭവങ്ങൾ പീച്ചി, കുന്നംകുളം എന്നീ സ്ഥലങ്ങളിലൊക്കെ പോലീസിന്റെ കസ്റ്റഡി മർദ്ദന വിവരങ്ങളും വാർത്തകളും വിവാദങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രമേയമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ അതിന് ന്യായീകരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇത് ഈ അടുത്തിടെയുണ്ടായ സംഭവങ്ങളല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവങ്ങളാണ്. ഇത്തരം സംഭവങ്ങൾ എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് ഇപ്പോൾ പോലീസിനെതിരെ തിരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഈ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ ചില ആളുകളുണ്ട്. പോലീസിൽ നിന്ന് തന്നെ തിരിച്ചടിയേറ്റ ചില ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആ വികാരങ്ങൾ, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരത്തെ അത് പോലീസിനെ മറയാക്കി ഉപയോഗിക്കുന്നത് അത് തെറ്റാണ് എന്നുള്ള ഒരു കാര്യവും ഈ പ്രമേയത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസുകാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചാണ്. പോലീസുകാർക്കെതിരെ ഇപ്പോൾ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ബോധപൂർവമായ അക്രമ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് തന്നെ അത്തരത്തിൽ നിരന്തരമായി പോലീസിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകുന്നു. ഇതിനെ ഒരു ആളുകൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അതിനെ ഒരു കലാപാഹ്വാനമായി മാത്രമേ കാണാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ആവശ്യം സംസ്ഥാന പോലീസ് മേധാവിയോട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഇപ്പോൾ ഈ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ പല പോലീസുകാരുടെയും വീടുകൾക്ക് നേരെ മാർച്ചൊക്കെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടി പോലീസിനെ വിന്യസിക്കരുത്, അതിനെതിരെ നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം ഈ പോലീസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമീപകാല സംഭവങ്ങളെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമേയമാണ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ശരി സിജോ.